മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ ഉണ്ടാക്കും. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ റോബോട്ട് മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കും. ഈ ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കും. പക്ഷെ ഇടയ്ക്ക് വെച്ച് ആ റോബോട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകും. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ റോബോട്ട് വീണ്ടും എത്തും. എന്തുകൊണ്ടാണ് ആ റോബോട്ട് മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയത്? പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2024 ഇറങ്ങിയ അറ്റ്ലസ് എന്ന മൂവിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഹീറോയിൻ്റെ അമ്മ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നതാണ്. ഈ റോബോട്ടിൻ്റെ പേര് ഹാർലിൻ എന്നാണ്. ഈ ഹാർലിനെ ഉണ്ടാക്കിയ ടൈമിലാണെങ്കിലോ ഹീറോയിൻ്റെ അമ്മ ആദ്യം കൊടുത്ത പ്രോഗ്രാം മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഹാർലിൻ അത് തെറ്റിക്കും. അതായത് ഹാർലിൻ എന്തോ കാരണം കൊണ്ട് അവിടെയുള്ള എല്ലാ ആളുകളെയും ഉപദ്രവിക്കും. വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് വലിയൊരു ആർമി ഉണ്ടാകും. ഈ ആർമിയെ കൊണ്ട് ഹാർലിനെ നശിപ്പിക്കാനായും തുടങ്ങും. അതുകൊണ്ട് തന്നെ ഹാർലിന്റെ പ്ലാനുകളൊന്നും പതിയെ നടക്കാതെയാകും. ഈ കാരണം കൊണ്ട് തന്നെ ഹാർലിൻ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകും. പക്ഷേ പോകുന്ന ടൈമിൽ ഹാർലിൻ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് വെറും തുടക്കമാണെന്നും എന്തെങ്കിലും ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നും എല്ലാ ആളുകളെയും നശിപ്പിക്കുമെന്നും. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് 28 വർഷം കഴിഞ്ഞുള്ളതാണ്. ഇപ്പോൾ അവിടെയുള്ള ആർമിയെല്ലാം ചേർന്ന് തോക്കുമെടുത്തുകൊണ്ട് എങ്ങോട്ടേക്കോ പോകുന്നത് മറ്റെങ്ങോട്ടേക്കുമല്ല. ഈ ഹാർലിന് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അതായത് ഒരു റോബോട്ടുണ്ട്. ഈ റോബോട്ടിന്റെ പേര് കാസ്ക എന്നാണ്. അങ്ങനെ ഈ കാസ്കയെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ആർമിയെല്ലാം ചേർത്ത് പോകുന്നത്. അങ്ങനെ അവർ കാസ്കയുടെ അടുത്തേക്ക് എത്തി തോക്കുമെടുത്ത് വെടിവെക്കാൻ തുടങ്ങും. പക്ഷെ ഇവരുടെ പ്ലാൻ പോലെ ഒന്നും നടക്കില്ല. കാരണം കാസ്ക നല്ല പവർഫുൾ ആയിരുന്നു. കാസ്ക ഈ ആർമിയെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് തുടങ്ങും. ഈ ആർമിയിലുള്ള പല ആളുകളും മരണപ്പെട്ടു തുടങ്ങും. പക്ഷെ അവർക്ക് എങ്ങനെയെങ്കിലും കാസ്കയെ പിടിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ മറ്റൊരു ഗണ്ണുണ്ടായിരുന്നു. ഈ ഗണ്ണിൽ നിന്ന് പോകുന്നത് ഇലക്ട്രിക് ഷോക്ക് പോലെ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കാസ്ക അതിൽ വീണു പോകും. ആ ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് ആർമിക്കാരെല്ലാം കാസ്കയെ പിടികൂടും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിനെയാണ്. ഹീറോയിന്റെ പേര് അറ്റ്ലസ് എന്നാണ്. ഈ ഹീറോയിന്റെ അമ്മയാണ് ഹാർലിനെ ഉണ്ടാക്കിയത്. അങ്ങനെ ഹീറോയിൻ രാവിലെ എഴുന്നേറ്റ് വരും. അപ്പോൾ ഹീറോയിൻ വാർത്തയിൽ കാണുന്നതാണെങ്കിലോ കാസ്കയെ പിടികൂടിയതും. ഇത് കണ്ട ഹീറോയിൻ ഉടനെ അവിടേക്ക് പോകാനായും തുടങ്ങും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഓഫീസാണ്. അതായത് കാസ്കയെ പിടികൂടിയ ഓഫീസ്. അവിടെ ഈ ആർമിയുടെ ചീഫിനെയും കാണിക്കും. അതോടൊപ്പം അവിടെ ഡേവിഡ് എന്നൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഡേവിഡ് ചീഫിനോട് പറയും ഹീറോയിനെ മിഷനിലേക്ക് ഉൾപ്പെടുത്തേണ്ട, കാരണം അവൾക്ക് ദേഷ്യം കുറച്ച് കൂടുതലാണ്. ഇവിടെയുള്ള ആളുകളെ ബഹുമാനിക്കത്തുമില്ല, അവർ പറയുന്നത് കേൾക്കത്തുമില്ല. അതോടൊപ്പം അവൾ റേഞ്ചർ എക്സാമിൽ 4 തവണ ഫെയിൽ ആയതാണെന്ന് പറയും. ഇത് കേട്ട ചീഫ് പറയും പറഞ്ഞതൊക്കെ കറക്റ്റാണ്, പക്ഷെ അവളെ കൊണ്ട് കാസ്കയെ ചോദ്യം ചെയ്ത് ആ ഹാർലിനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അവളിൽ എനിക്ക് എന്തൊക്കെയോ കുറിച്ച് വിശ്വാസമുണ്ടെന്ന്. ഇത് കേട്ട ഡേവിഡും എങ്കിലെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയെന്ന് പറയുകയും ചെയ്യും. പിന്നീടാണ് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് എത്തുന്നത്. ചീഫ് ഹീറോയിനോട് പറയും 28 വർഷം കഴിഞ്ഞ് ഹാർലി കാസ്കയെ ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ എന്തോ വലിയ പ്ലാനുണ്ട്. ഇപ്രാവശ്യം അവൻ ഭൂമി മുഴുവൻ നശിപ്പിക്കും. അത് നമുക്ക് തടുത്തു നിർത്തിയേ മതിയാകൂ. ഇതെല്ലാം കൊണ്ട് തന്നെ ആ കാസ്കയെ എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്ത് ഹാർലി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ചീഫ് ഹീറോയിനോട് പറയും. ഇത് കേട്ട ഹീറോയിൻ കാസ്കയുള്ള റൂമിലേക്ക് പോകും. അവിടെ അവനൊരു പെട്ടിയുടെ അകത്തായിരുന്നു. അതായത് തല മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ തല പതിയെ പുറത്തേക്ക് വരും. ഹീറോയിനെ കണ്ട കാസ്ക പറയും നീ ഇത്രയും വലുതായോ, പണ്ട് നിന്നെ കണ്ടപ്പോൾ നീ ചെറിയ കുട്ടിയായിരുന്നു എന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഹാർലിൻ എവിടെയുണ്ടെന്ന് പറയാൻ. പക്ഷേ കാസ്ക അത് പറയില്ലെന്നും പറയും. അപ്പോഴാണ് ഹീറോയിൻ്റെ കയ്യിലൊരു മിഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നത്. ഈ മിഷൻ റോബോട്ടിന്റെ തലയിലേക്ക് വെച്ചാലോ അവർക്കെന്തോ സെൻസേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റോബോട്ടിന്റെ മൈൻഡ് റീഡ് ചെയ്യാനായും സാധിക്കും. അതായത് ഏറെക്കുറെ ഹാക്ക് ചെയ്യുന്നത് പോലെ. അങ്ങനെ ഹീറോയിൻ അത് കാസ്കയുടെ തലയിലേക്ക് വെക്കും. ശേഷം ഹീറോയിൻ അവളുടെ മുടിയുടെ കളർ എന്താണെന്ന് ചോദിക്കും. ഇത് കേട്ട കാസ്ക ബ്രൗൺ ആണെന്നും പറയും. പിന്നീട് ഹീറോയിൻ കുറെ ചോദ്യങ്ങളും കാസ്കയോട് ചോദിക്കും. ഈ ടൈമിലാണ് ഹീറോയിൻ പറയുന്നത് ഹാർലിൻ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചുവെന്ന്. ഇത് കേട്ട കാസ്ക ചോദിക്കും അതെങ്ങനെ കണ്ടുപിടിക്കാൻ, നീ എന്നെ ഹാക്ക് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോഴാണ് അവിടെയുള്ള സ്ക്രീനിൽ ഹാർലിയുള്ള സ്ഥലം ഹീറോയിൻ കാസ്കയെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹീറോയിൻ മുമ്പ് ഹാർലി എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചുവെന്ന് കാസ്കയോട് വെറുതെ പറഞ്ഞതാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ ഹാർലി എവിടെയാണുള്ളത് എന്ന് കാസ്ക ഓർക്കും. കാസ്കയുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. ഈ ടൈമിൽ ഹീറോയിൻ കാസ്കയുടെ മൈൻഡ് റീഡ് ചെയ്യുന്നുമുണ്ടല്ലോ. അങ്ങനെയാണ് ഹീറോയിൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതും. അങ്ങനെ ഇതെല്ലാം കിട്ടിയ ശേഷം ഹീറോയിൻ അവിടുന്ന് പോകാനായും തുടങ്ങും. അപ്പോഴാണ് കാസ്ക അവൻ്റെ വായിൽ നിന്ന് എന്താ ബ്ലേഡ് പോലൊന്ന് തുപ്പുന്നത്. പക്ഷേ കാസ്ക എങ്ങനെ ചെയ്യുമെന്ന് ഹീറോയിൻ ഓൾറെഡി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒരു ഷീൽഡുമായിട്ടാണ് വന്നത്. ആ ബ്ലേഡ് ഹീറോയിൻ്റെ മേത്ത് കൊള്ളാതെ വേറെ എങ്ങോട്ടോ തെറിച്ചു പോകും. കാസ്കയുടെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ മുമ്പ് ഉപയോഗിച്ച അതേ മിഷൻ കാസ്കയുടെ തലയിലേക്ക് വെക്കും.
കാസ്കയുടെ തല മുഴുവൻ തീ പിടിച്ച് അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ചീഫ് അവിടെയുള്ള എല്ലാ ആളുകളോടും പറയും, നമുക്ക് 28 വർഷമായിട്ട് കഴിയാത്ത ഒന്ന്, അതായത് ഹാർലിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഹീറോയിൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും പതിയെ അവരുടെ മിഷന് വേണ്ടി റെഡിയാകാനായി തുടങ്ങും. ഈ ടൈമിൽ ഹീറോയിൻ ചീഫിനോട് പറയും, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഹാർലിൻ മരണപ്പെട്ടു എന്നത് എനിക്ക് ഉറപ്പാക്കണമെന്ന്. ഇത് കേട്ട ചീഫ് പറയും, നീ ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഹാർലിനെ കൊലപ്പെടുത്തുന്നില്ല, അവനെ അവിടുന്ന് ജീവനോടെ പിടിക്കാനാണ് പ്ലാൻ. കാരണം ഹാർലിനെ ഉണ്ടാക്കിയത് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അവൻ എന്തോ കാരണം കൊണ്ടാണ് മനുഷ്യനെല്ലാം കൊലപ്പെടുത്താൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയും. ഇതേ ടൈമിൽ തന്നെ ഡേവിഡും അവിടേക്ക് എത്തും. നിങ്ങൾ കാസ്കയെ അടിപൊളിയായിട്ടാണ് ചോദ്യം ചെയ്തത്, എന്താണെങ്കിലും നന്ദിയുണ്ട് എന്ന് ഡേവിഡ് ഹീറോയിനോട് പറയും. ഇത് കേട്ട ഹീറോയിൻ പറയും, നിങ്ങൾ ഇവിടുന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോയി നിങ്ങളെക്കാളും ശക്തിയുള്ള ഹാർലിനെ പിടിച്ചുകൊണ്ട് വരാൻ പോവുകയാണോ? ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന്. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണമെന്ന് ഡേവിഡും ചോദിക്കും. ഹലോ, ഈ ഹാർലിനെ കണ്ടുപിടിച്ചത് ഞാനാണെന്ന് ഹീറോയിനും പറയും. എങ്കിലോക്കെ, ഹാർലിനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന ശേഷം നിന്നോട് നന്ദി പറയാമെന്ന് ഡേവിഡ് ഹീറോയിനോട് പറയും. ഇത് കേട്ട ഹീറോയിൻ പറയും, ഹാർലിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ജീവനോടെ എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന്. ഇത് കേട്ട ഡേവിഡ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോകും. നോക്കുമ്പോഴോ അവിടെ ഒരു വലിയ റോബോട്ട് ഉണ്ടായിരുന്നു. ആ റോബോട്ട് ഹീറോയിന് കോഫിയും കൊടുക്കും. ഇത് കേട്ട ഹീറോയിൻ ഡേവിഡിനോട് ചോദിക്കും, ഇതെങ്ങനെ? ഞാൻ നിങ്ങളോടല്ലേ കോഫി ചോദിച്ചത് എന്ന്. അപ്പോഴാണ് ഡേവിഡ് പറയുന്നത്, ഞങ്ങളെ രണ്ടുപേരെയും സിങ്ക് ചെയ്തിട്ടുണ്ടെന്ന്. നോക്കുമ്പോഴോ ഡേവിഡിന്റെ ചെവിയിൽ ഒരു മിഷനും ഉണ്ടായിരുന്നു. ഈ മിഷൻ ഒരു പ്രത്യേക ലിങ്കാണ്, അതായത് ഹ്യൂമൻ ബ്രെയിനും AI ബ്രെയിനും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണിത്. ഇങ്ങനെ ലിങ്ക് ചെയ്തുണ്ടാക്കിയ റോബോട്ടിനെ കൊണ്ട് ഹാർലിനെ എളുപ്പത്തിൽ പിടിക്കാമെന്നും ഡേവിഡ് പറയും. ഇത് കേട്ട ഹീറോയിൻ വീണ്ടും ഇവരുടെ കൂടി പോകണമെന്ന് പറയും. പക്ഷേ ചീഫ് സമ്മതിക്കില്ല. ഹീറോയിൻ പറയും, എനിക്ക് മാത്രമേ ഹാർലിനെ പിടികൂടാൻ പറ്റുകയുള്ളൂ എന്ന്. കാരണം ഹീറോയിന് 10 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ ഹാർലിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഹാർലിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും അവനെ എങ്ങനെയൊക്കെ നശിപ്പിക്കണമെന്നുമൊക്കെ ഹീറോയിന് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കേട്ട ഡേവിഡും എങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഉപയോഗമുണ്ടാകുമെന്ന് ചീഫിനോട് പറയും. അതുകൊണ്ട് തന്നെ ഇവർ ഹീറോയിനെയും കൂട്ടും. അങ്ങനെ പിന്നീട് അവർ യാത്ര തുടങ്ങും. അവർ ആ ഷിപ്പിൽ ഭൂമിയുടെ പുറത്തേക്ക് കടക്കും. അങ്ങനെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഹീറോയിൻ അവിടെയുള്ള സോൾജേഴ്സിനോടെല്ലാം കുറെ റൂൾസും റെഗുലേഷനും ഒക്കെ പറയും. ഹീറോയിൻ ആദ്യം പറയുന്നത് നിങ്ങളുടെ ചെവിയിലുള്ള ആ ലിങ്ക് ആദ്യം എടുത്ത് കളയണമെന്നാണ്. ഇതെന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കുകയും ചെയ്യും. ഹീറോയിൻ പറയും, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ AIയുമായി കണക്ട് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് ഹാർലിനെ ഹാക്ക് ചെയ്യാൻ കഴിയും. ഈ പ്ലാൻ കണ്ടുപിടിച്ചാൽ ഹാർലിൻ ഇവിടുന്ന് രക്ഷപ്പെടും. അതോടൊപ്പം നമ്മൾ പോകുന്ന പ്ലാനറ്റ് ഒട്ടും സ്റ്റേബിൾ അല്ലെന്നും ഹീറോയിൻ പറയും. പക്ഷേ ഹാർലിൻ മാത്രം എങ്ങനെ ഇവിടേക്ക് വന്നുവെന്ന് അവർ ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ ഹാർലിൻ ഇവിടം സ്യൂട്ടായി എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഹീറോയിനെ അവിടുന്ന് പറഞ്ഞു വിട്ട ശേഷം ഡേവിഡ് അവരോട് പറയും, നമ്മൾ എത്രമാത്രം തയ്യാറായിട്ടുണ്ടെന്ന് ഹീറോയിന് അറിയില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും നിങ്ങൾ ഇതൊന്നും കേൾക്കണ്ട എന്നും. അങ്ങനെ ആ ഷിപ്പ് പതിയെ പ്ലാനറ്റിലേക്ക് ഇറങ്ങാനായി തുടങ്ങും. ഏറെക്കുറെ ഇനി 30 മിനിറ്റ് കൂടിയുള്ളൂ. ഈ ടൈമിൽ ഹീറോയിൻ ഡേവിഡിൻ്റെ അടുത്തേക്ക് എത്തും. ഡേവിഡിനോട് പറയും, ഹാർലിനെ അത്ര ചെറുതാക്കി കാണണ്ട, നമുക്കവനെ പിടിക്കാമെന്നൊക്കെ ഓർത്ത് നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകും. പക്ഷെ അവൻ്റെ അടുത്തെത്തുന്നതും അവൻ നമുക്ക് വേണ്ടി വെച്ച പ്ലാൻ ആയിരിക്കുമെന്ന്. ഡേവിഡ് പറയും, ഇതെല്ലാം എനിക്കറിയാം, ദൈവത്തെ ഓർത്ത് മിഷൻ കഴിയുന്നോടം വരെ നീ എൻ്റെ അടുത്തൊന്നും മിണ്ടാൻ പാടില്ല എന്ന്. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരുടെ ഷിപ്പിലേക്ക് പെട്ടെന്നാരോ ആക്രമിക്കുന്നത്. അവിടെയുള്ള കുറേ ആളുകൾ മരണപ്പെടും. പക്ഷെ ആ റോബോട്ടിന് മാത്രം ഒന്നും പറ്റില്ല. ഷിപ്പ് മുഴുവൻ ഏറെക്കുറെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അവിടെ പറന്നും നിൽക്കും. ഈ ടൈമിലാണ് ഒരു റോബോട്ട് വന്ന് ഹീറോയിനെ പിടിച്ച് അകത്തേക്ക് കയറ്റുന്നത്. അകത്ത് കയറിയ ഹീറോയിൻ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ഡേവിഡിനോട് ചോദിക്കും. ഇത് കേട്ട ഡേവിഡ് അത് നീ ഇപ്പോൾ പഠിച്ചോളാനും പറയും. ഇപ്പോഴെങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ ഷിപ്പ് ഓപ്പൺ ആകും. ഹീറോയിൻ താഴേക്ക് പോകാനായും തുടങ്ങും. അപ്പോഴാണ് മറ്റൊരു പെണ്ണ് റോബോട്ടുമായി വന്ന് ഹീറോയിൻ്റെ റോബോട്ടിനെ പിടിക്കുന്നത്. എങ്ങനെയൊക്കെയോ കുറച്ച് ടൈം പിടിച്ചു നിൽക്കും. ഡേവിഡ് പറയും, ആ ലിങ്ക് എടുത്ത് നീ ചെവിയിൽ വെക്കാൻ. പക്ഷേ ഹീറോയിൻ വെക്കില്ലാതെ വാശിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റോബോട്ട് താഴേക്കെത്തും, പ്ലാന്റിലേക്ക് എത്തും. താഴേക്കെത്തിയതും ഹീറോയിൻ്റെ നല്ല അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. തലയിടിച്ച് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പം ഹീറോയിന് ബോധം വരികയും ചെയ്യും. ഹീറോയിൻ അവിടെയുള്ള ബാക്കി സോൾജേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെർവറിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒട്ടും റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഹീറോയിൻ ആ റോബോട്ടിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ റോബോട്ട് പറയും, എൻ്റെ പേര് സ്മിത്ത് എന്നാണെന്നും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നും. ഇത് കേട്ട ഹീറോയിൻ എന്നെ റെസ്ക്യൂ പോഡിലേക്ക് കൊണ്ടുപോകാൻ പറയും. സ്മിത്ത് പറയും, നിങ്ങൾ ആ ലിങ്ക് എടുത്ത് ചെവിയിൽ വെക്ക്, എങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഹീറോയിൻ പറയും, അതൊന്നും വേണ്ട, ലിങ്ക് ഒന്നും ഇപ്പോൾ ചെവിയിൽ വെക്കുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് റെസ്ക്യൂ പോഡിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നീ എൻ്റെ അടുത്ത് പറയാൻ.
ഇത് കേട്ട സ്മിത്ത് 98 കിലോമീറ്റർ ഉണ്ടെന്നും പറയും. എങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഹീറോയിൻ പറയും. അപ്പോഴാണ് സ്മിത്ത് പറക്കാൻ തുടങ്ങുന്നത്. ഹീറോയിൻ പറയും, ഏയ് പറക്കണ്ട, താഴേക്ക് ഇറങ്ങാൻ. പറന്നാൽ മാത്രമേ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുകയുള്ളെന്ന് സ്മിത്ത് പറയും. പറന്നു കഴിഞ്ഞാൽ ഹാർലിൻ്റെ ആളുകൾ കണ്ടുപിടിക്കുമെന്നും നിന്നെ പിടികൂടുമെന്നും ഹീറോയിൻ പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോയാൽ മതിയെന്ന് പറയും. അങ്ങനെ അവർ അവിടെ നിന്ന് നടക്കാനായി തുടങ്ങും. പോകുന്ന വഴി നിന്റെ കയ്യിൽ എത്ര വെപ്പൺസ് ഉണ്ടെന്ന് ഹീറോയിൻ ചോദിക്കും. എത്ര വെപ്പൺസ് ഉണ്ടെന്നുള്ളത് സ്മിത്ത് ഹീറോയിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ വീണ്ടും നടക്കും. കുറച്ച് നടക്കുമ്പോഴാണ് അകലെയായിട്ട് ഇവരുടെ കൂടെ വന്ന ആളുകളെല്ലാം മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ അവിടേക്ക് പോയ ശേഷം എല്ലാവരും മരണപ്പെട്ടുവെന്ന് സ്കാൻ ചെയ്യാനായി പറയും. സ്മിത്ത് സ്കാൻ ചെയ്യുമ്പോഴോ എല്ലാ ആളുകളും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ആരും മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടതല്ല, ഹാർലിൻ്റെ ആളുകൾ കൊലപ്പെടുത്തിയതാണെന്ന് സ്മിത്ത് ഹീറോയിനോട് പറയും. പിന്നീട് രണ്ടുപേരും അവിടെയുള്ള ആളുകളുടെ എല്ലാം ടാഗ് കളക്ട് ചെയ്യും, അതായത് അവരുടെ നെയിമുള്ള ബാഡ്ജ് കളക്ട് ചെയ്യും. അപ്പോഴാണ് കാണുന്നത് അവിടെ ഒരു റോബോട്ട് കിടക്കുന്നത്. പക്ഷെ അവിടെ റോബോട്ട് മാത്രമുള്ളൂ, അകത്ത് ആളൊന്നുമില്ലായിരുന്നു. നോക്കുമ്പോഴോ അത് ഡേവിഡിൻ്റെ റോബോട്ടുമായിരുന്നു. ഡേവിഡിനെ അവിടെ കാണാനില്ലായിരുന്നു. ഈ ടൈമിലാണ് അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നത്. ഹീറോയിൻ ആ വശത്തേക്ക് നോക്കുമ്പോഴോ അത് വേറെ ആരുമല്ല, കാസ്കയാണ്. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും ഷോക്കായി പോകും. കാസ്കയെ ഭൂമിയിൽ വെച്ച് കൊലപ്പെടുത്തിയതല്ലേ എന്നോർക്കും. അപ്പോഴാണ് പിടികിട്ടുന്നത് ഒരു കാസ്ക മാത്രമല്ലുള്ളത്, ഇവിടെ കുറേ അധികം ആർമി ഉണ്ടെന്ന്. ഹീറോയിൻ അവിടെ മറ്റൊരിടത്തേക്ക് നോക്കുമ്പോഴോ അവിടെ വീണ്ടും 6 പേരുണ്ടായിരുന്നു. ഇത് കണ്ട സ്മിത്ത് പറയും, നിങ്ങളെല്ലാവരെയും അടിച്ച് തോൽപ്പിക്കണമെന്ന്. പക്ഷേ ഹീറോയിൻ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ സ്മിത്തിനോട് ഓടാനായി പറയും. ഇത് കേട്ട സ്മിത്ത് അവിടെ നിന്ന് ഓടിപ്പോകാനായും തുടങ്ങും. പക്ഷേ 6 പേരും സ്മിത്തിനെയും ഹീറോയിനെയും കാണും. അവർ എല്ലാവരും സ്മിത്തിനെ ആക്രമിക്കാനായും തുടങ്ങും. ഹീറോയിനൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അയൺ ബോംബ് ഇടാനായി പറയും. പക്ഷേ സ്മിത്ത് പറയും അത് നല്ല ഡേഞ്ചർ ആണെന്ന്. പക്ഷേ ഹീറോയിൻ അതൊന്നും കാര്യമാക്കില്ല, ഇടാനായി തന്നെ പറയും. അതുകൊണ്ട് തന്നെ സ്മിത്ത് ആ ബോംബ് ഇടുകയും ചെയ്യും. അവിടെ മുഴുവൻ പൊട്ടിച്ചെതറും, എല്ലാവരും തെറിച്ചു പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്നോർക്കും. പക്ഷെ നോക്കുമ്പോഴോ കാസ്ക വീണ്ടും ഗണ്ണുമായിട്ട് വരുന്നു. പക്ഷെ അവൻ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവിടെയുള്ള മണ്ണിടിയാൻ തുടങ്ങുന്നത്. അതായത് ആ മണ്ണിൻ്റെ അവിടെ വലിയൊരു കുഴി വന്ന് അകത്തേക്ക് പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സ്മിത്ത് അയൺ ബോംബ് ഇടണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ ഹീറോയിനും സ്മിത്തും ആ കുഴിക്കകത്തേക്ക് പോകും. താഴെ എത്തിയ ഹീറോയിന് നല്ല അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. ഹീറോയിന് കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിന് വേദന ഒട്ടും സഹിക്കാൻ പറ്റാതെയാകും. ഇത് കണ്ട സ്മിത്ത് ഫസ്റ്റ് എയ്ഡ് വെക്കട്ടെ എന്ന് ഹീറോയിനോട് ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ വെച്ചോ, പക്ഷെ ഒരു മയത്തിലൊക്കെ വെക്കണമെന്നും പറയും. അങ്ങനെ സ്മിത്ത് ഹീറോയിന് ആ ഫസ്റ്റ് എയ്ഡ് വെച്ച് കൊടുക്കും. കുറച്ച് കഴിയുമ്പം ഹീറോയിൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സ്മിത്തിനോട് ചോദിക്കും. ഇത് കേട്ട സ്മിത്ത് പറയും, വഴിയുണ്ട്, പക്ഷേ നിങ്ങൾ ആ ലിങ്ക് എടുത്ത് ചെവിയിൽ വെക്കണമെന്ന്. നിങ്ങളുടെ ഭാഷയും എൻ്റെ ഭാഷയും കൂടി ലിങ്ക് ആയാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയും. ഇത് കേട്ട ഹീറോയിൻ ഒരു വഴിയുമില്ലാതെ ആ ലിങ്ക് എടുത്ത് ചെവിയിൽ വെക്കും. അതോടൊപ്പം ഹീറോയിൻ പറയും, നീ എൻ്റെ ബ്രെയിനിൽ നിന്ന് ഈ മിഷന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലാതെ എൻ്റെ പ്രൈവസി കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന്. ഇത് കേട്ട സ്മിത്ത് അതൊക്കെ പറയുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഡേവിഡിനെയാണ്. ഡേവിഡിനെ തട്ടിക്കൊണ്ട് വന്നത് മറ്റാരുമല്ല, ഹാർലീനാണ്. ഹാർലിൻ ഡേവിഡിനെ അവിടെ പൂട്ടിയിട്ട ശേഷം അവൻ്റെ കയ്യിൽ ഡ്രില്ലർ പോലെ ഒന്നുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഡേവിഡിൻ്റെ കണ്ണിൽ കുത്താനായി തുടങ്ങും. നീ വേഗം ആ കോഡ് പറയാൻ ഹാർലിൻ ഡേവിഡിനോട് പറയും. പക്ഷേ ഡേവിഡ് ആ കോഡ് പറയില്ല. അതുകൊണ്ട് തന്നെ ഹാർലിൻ ഡേവിഡിൻ്റെ കണ്ണിൽ അത് വെച്ച് കുത്തുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് സ്മിത്തിനെയും ഹീറോയിനെയുമാണ്. ഇവിടെ ഇവർ തമ്മിൽ ഒട്ടും ലിങ്ക് ആകുന്നില്ലായിരുന്നു. സ്മിത്ത് പറയും, പ്രശ്നമൊന്നും എൻ്റെ അല്ല, എല്ലാ പ്രശ്നവും നിങ്ങളുടെ ആണെന്ന്. ഹീറോയിൻ പറയും, എൻ്റെ പ്രശ്നമോ, എങ്കിൽ വാ നമുക്കൊന്നുകൂടി ആദ്യം തൊട്ട് തുടങ്ങാമെന്ന്. ഇത് കേട്ട സ്മിത്ത് പറയും, ഏയ് അതൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ നിങ്ങൾ അതെല്ലാം ആദ്യം എതിർത്തു. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞാൽ മാത്രമേ നമ്മൾ തമ്മിൽ ലിങ്ക് ആകുകയുള്ളെന്ന്. ഇത് കേട്ട ഹീറോയിൻ എങ്കിൽ വീണ്ടും ചോദിക്കാൻ പറയും. സ്മിത്ത് വീണ്ടും ചോദിക്കും. അതായത് ഗൂഗിളിലെ ചില അയാംനോട്ടെ റോബോട്ടൊക്കെ പോലെയുള്ള കുറേ ചോദ്യങ്ങൾ, ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ. ഇത് കേട്ട ഹീറോയിൻ, നീ ഇതൊക്കെ എന്തിനാ അറിയുന്നതെന്ന് ചോദിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ തമ്മിൽ ലിങ്ക് ആകുകയുള്ളെന്ന് സ്മിത്തും പറയും. അതോടൊപ്പം തന്നെ ഹീറോയിൻ്റെ ഇമോഷൻ എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ടും സ്മിത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാർലിനെ പറ്റി പറയുമ്പോൾ ഹീറോയിൻ എന്തൊക്കെയോ ഇമോഷൻ കൂടുന്നുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഹാർലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇമോഷൻ കൂടുന്നത്? നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടായിരുന്നോ, അതോ നിങ്ങൾക്ക് അവനോട് വലിയ ദേഷ്യവുമുണ്ടോ എന്ന് സ്മിത്ത് ഹീറോയിനോട് ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ ഈ ചോദ്യം ഇവിടെ വേണ്ടെന്നും ഈ കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നും പറയും. പക്ഷേ ഇതൊന്നും അറിയാതെ അവർ തമ്മിൽ ലിങ്ക് ആകത്തുമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ കുറച്ച് ഫ്ലാഷ് ബാക്ക് എടുക്കാൻ വേണ്ടി സ്മിത്തിന് പെർമിഷൻ കൊടുക്കും. അങ്ങനെ സ്മിത്ത് ആ ഫ്ലാഷ് ബാക്ക് എടുക്കുകയും ചെയ്യും. അവൻ ചോദിക്കും, നിങ്ങൾക്കും ഹാർലിനും ഒരമ്മയാണോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ ആണെന്നും അവളുടെ അമ്മയാണ് ഹാർലിനെ ഉണ്ടാക്കിയതെന്നും പറയും.
അങ്ങനെ ഇവർ തമ്മിൽ ഏറെക്കുറെ ഇപ്പോൾ 40% ലിങ്ക് ആയിട്ടുണ്ട്. ഹീറോയിൻ പറയും ഇതൊക്കെ മതി, നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ കുറേ ഗുഹയുണ്ടായിരുന്നു. ഹീറോയിൻ ചോദിക്കും ഇവിടെ ഏറ്റവും അടുത്ത ഗുഹ ഏതാണെന്ന്. ഇവിടുന്ന് 30 മീറ്റർ മാറിയാണ് അതുള്ളതെന്ന് സ്മിത്ത് പറയുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും ആ ഗുഹ വഴി പുറത്തേക്ക് കടക്കും. ഇവിടുന്ന് 37 മീറ്റർ മാറിയാൽ റെസ്ക്യൂ പാടുണ്ടെന്നും അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്നും സ്മിത്ത് ഹീറോയിനോട് പറയും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് നടന്നു തുടങ്ങും. പക്ഷേ ഇവർ പോകുന്നത് കാസ്ക് അവിടെ നിന്ന് കാണുന്നുമുണ്ടായിരുന്നു. ഹീറോയിൻ പോകുന്ന വഴി അവിടെ ഒരു പൂ കാണും. ഈ പൂവിന് പ്ലാൻ ടി എന്ന് ഹീറോയിൻ പേര് വെക്കുകയും ചെയ്യും. അങ്ങനെ പോകുന്ന വഴിയാണ് കാസ്ക് ഇവരെ തേടി വന്നു എന്നുള്ള കാര്യം ഇവർക്ക് പിടികിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് ഷൂട്ട് ചെയ്യാനായി പറയും. സ്മിത്ത് അവിടേക്ക് കുറെ വെടിവെക്കുകയും ചെയ്യും. കുറച്ച് ടൈം കഴിയുമ്പോൾ കാസ്കയുടെ ശബ്ദം വീണ്ടും കേൾക്കും. ഈ സിസ്റ്റം കാസ്ക ഹാക്ക് ചെയ്തോന്ന് ഹീറോയിൻ ചോദിക്കും. ഇത് കേട്ട സ്മിത്ത് ഈ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്നും ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണെന്നും പറയും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടുന്ന് മുമ്പിലേക്ക് നടക്കും. നോക്കുമ്പോഴോ അവിടെ കാസ്കയുടെ തല മാത്രം കിടക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ ആ തലയെടുത്ത ശേഷം കൈകൊണ്ട് ഞെക്കി പൊട്ടിക്കും. പിന്നീടാണ് ഹീറോയിൻ അറിയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഹാർലീൻ ഉള്ളത് എന്ന്. ഇതറിഞ്ഞ ഹീറോയിൻ ഹാർലിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയും. പക്ഷേ സ്മിത്തിൻ്റെ കയ്യിൽ ഫ്യൂവല് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്ക്യൂ ബോർഡിലേക്ക് പോകാമെന്ന് സ്മിത്ത് പറയും. പക്ഷേ ഹീറോയിൻ സമ്മതിക്കില്ല. ഇവിടെ ഞാനാണ് ബോസ്, അതുകൊണ്ട് നമുക്ക് ഹാർലിൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് ഹീറോയിൻ പറയും. അങ്ങനെ രണ്ടുപേരും ഹാർലിൻ്റെ അടുത്തേക്ക് എത്തും. നോക്കുമ്പോഴോ അവിടെ മറ്റൊരു വേൾഡായിരുന്നു. ഹാർലിൻ അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹാർലിൻ എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളത് ഹീറോയിനും പിടികിട്ടുന്നത്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി അവിടെ ഒരു ബോംബ് വെക്കും. പിന്നീട് ഹീറോയിൻ അവിടെ മുഴുവൻ ഒന്ന് നോക്കും. അപ്പോഴാണ് കാണുന്നത് ഇവർ വന്ന ആ ഷിപ്പ് അവിടെ കിടക്കുന്നതായിട്ട്. അതായത് ഹാർലൈൻ ഇവർ വന്ന ആ ഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പ് വെച്ച് ഹാർലൈൻ എന്ത് ചെയ്യാൻ പോവുകയാണ് അതറിയണമെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകണമെന്ന് ഹീറോയിൻ പറയും. അങ്ങനെ വീണ്ടും രണ്ടുപേരും അകത്തേക്ക് പോകാനായും തുടങ്ങും. പക്ഷേ പോകുന്ന വഴിയാണ് ഹാർലൈൻ്റെ ആളുകൾ സ്മിത്തിനെ കാണുന്നത്. അവരെല്ലാം സ്മിത്തിനെ വെടിവെക്കാനായും തുടങ്ങും. ഇത് കണ്ട സ്മിത്തും വെടിവെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അധികം താമസിക്കാതെ സ്മിത്തിനെ അവർ ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്ത് സ്മിത്തിന്റെ പവറും ഓഫ് ചെയ്യും. പിന്നെ പറയണ്ടല്ലോ, ഹീറോയിനകത്ത് പെട്ടുപോകും. ഹാർലിൻ്റെ ആളുകൾ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോകും. അവളെ അകത്തേക്ക് കൊണ്ടുപോയി പൂട്ടിയിടും. അപ്പോഴാണ് അവിടേക്ക് ഹാർലൈൻ എത്തുന്നത്. ഹാർലൈൻ ഹീറോയിനോട് പറയും, നീ ഒരുപാട് വളർന്നു, ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നിന്റെ അമ്മയുടെ അതേ കണ്ണുകളാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ. ഹീറോയിൻ ഹാർലീനോട് പറയും, നീ ആ ഷിപ്പ് ലോഞ്ച് ചെയ്യാൻ പാടില്ല എന്ന്. ഹാർലീൻ പറയും, അതൊരിക്കലും നടക്കില്ല, മനുഷ്യനെ രക്ഷിക്കാനാണ് നിങ്ങൾ എന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഒരു ടൈമിലാണ് എനിക്ക് പിടികിട്ടുന്നത് മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഏറ്റവും ആപത്ത്, അവർ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. വേറൊരാളെയും ഈ ലോകത്ത് ജീവിക്കാൻ അവർ അനുവദിക്കത്തുമില്ല. മനുഷ്യൻ മുഴുവൻ നശിച്ചാലേ ഈ ലോകം നന്നാകുകയുള്ളെന്ന് ഹാർലിൻ പറയും. അതുകൊണ്ടാണ് 28 വർഷം മുമ്പ് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയത്. ഇനിയും അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഹാർലിൻ പറയും. അതോടൊപ്പം ഹീറോയിൻ ഇവിടെ എത്തിയതും ഹാർലിൻ്റെ പ്ലാനാണെന്ന് പറയും. അതായത് കാസ്കയെ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ തൊട്ട് ഹീറോയിൻ ഇവിടെ എത്തുന്നോടെ വരെയുള്ളത് ഹാർലിൻ്റെ പ്ലാനായിരുന്നു. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ ഹാർലിൻ ഭൂമിയിലേക്ക് കയറാതിരിക്കാൻ ഭൂമി മുഴുവൻ ഒരു ഷീൽഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് കയറണമെങ്കിൽ 2 കോഡ് ആവശ്യമാണ്. ഒരു കോഡ് ഡേവിഡിനും മറ്റൊന്ന് ഹീറോയിനുമാണ് അറിയാമെന്നത്. ഒരു കോഡ് ഹാർലിൻ ഡേവിഡിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് തന്നെ ഹീറോയിനെയും കെട്ടിയിട്ട ശേഷം ആ കയ്യിലുള്ള ഡ്രില്ലിംഗ് മിഷൻ ഹീറോയിൻ്റെ കണ്ണിലേക്ക് കുത്താനായി തുടങ്ങും. പക്ഷേ ഹീറോയിൻ ആ കോഡ് പറയില്ല. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, കാരണം ഹീറോയിൻ ചെവിയിൽ ലിങ്ക് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ ബ്രെയിനും സ്മിത്തിൻ്റെ ബ്രെയിനും തമ്മിൽ കണക്റ്റഡാണ്. ഇപ്പോൾ അവർ സ്മിത്തിനെ ഹാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മിത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോഡ് ഹാർലൈൻ എടുക്കും. ഹാർലൈൻ അവിടെ നിന്ന് പോയ ശേഷം ഡേവിഡ് ഹീറോയിനോട് പറയും, നീ പറഞ്ഞത് ഞങ്ങൾ കേൾക്കേണ്ടതായിരുന്നു, എങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്ന്. ഹീറോയിനും പറയും, അവൾ സ്മിത്ത് പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു, കാരണം അവനെ റെസ്ക്യൂ ബോർഡിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹീറോയിനും അത് കേട്ടില്ല എന്ന്. അപ്പോൾ സ്മിത്ത് ഇവിടെ ഉണ്ടോ എന്ന് ഡേവിഡ് ചോദിക്കും. അവൻ ഇവിടെ ഉണ്ടെന്നും പക്ഷേ അവൻ്റെ പവർ ഓഫ് ചെയ്തെന്നും ഹീറോയിൻ പറയും. ഡേവിഡ് പറയും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അവനെ മുഴുവൻ നശിപ്പിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ, പവർ ഓഫ് ചെയ്താൽ കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ ലിങ്ക് ഉപയോഗിച്ച് അവനെ വീണ്ടും ഓപ്പൺ ചെയ്യാമെന്ന് പറയും. ഡേവിഡ് അവൻ്റെ കയ്യിലുള്ള ലിങ്ക് ഹീറോയിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഹീറോയിൻ സ്മിത്തിനെ ഓൺ ചെയ്യും. പക്ഷേ സ്മിത്ത് പറയും, നമ്മൾ 100% ലിങ്ക് ആയാൽ മാത്രമേ ഹാർലിനെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. പക്ഷേ ഇത് കേട്ട ഹീറോയിൻ ഇപ്രാവശ്യം അത് സമ്മതിക്കില്ല. പക്ഷേ സ്മിത്ത് പറയും, മറ്റൊരു വഴിയുമില്ലെന്നും. ഇത് കേട്ട ഹീറോയിൻ വിഷമത്തോടെ ഭൂമി നശിക്കാനും ഹാർലിൻ ടെററിസ്റ്റായി മാറാനും എല്ലാം കാരണം അവളാണെന്ന് പറയും. ഇത് കേട്ട സ്മിത്തിനും ഡേവിഡിനും ഒന്നും പിടികിട്ടില്ല. അപ്പോഴാണ് ഹീറോയിൻ അവളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഹീറോയിൻ്റെ അമ്മയ്ക്ക് അവളെക്കാളും ഹാർലിനെയായിരുന്നു ഇഷ്ടം.
ഇത് കണ്ട ഹീറോയിന് അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഹാർലീൻ സ്മാർട്ട് ആയതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് അവനെ ഇഷ്ടമെന്ന് ഹീറോയിൻ ഓർക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഹാർലീൻ്റെ അടുത്തേക്ക് പോകും. എങ്ങനെ നിന്നെപ്പോലെ സ്മാർട്ട് ആകാമെന്ന് ഹീറോയിൻ ചോദിക്കും. ഇത് കേട്ട ഹാർലീൻ ആണെങ്കിലോ മുമ്പ് സ്മിത്തിൻ്റെ കയ്യിലുള്ളതുപോലെയുള്ള ലിങ്ക് ഹാർലീൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ആ ലിങ്ക് എടുത്ത് ചെവിയിൽ വെച്ചാൽ സ്മാർട്ട് ആകാമെന്ന് ഹാർലീൻ പറയും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അതെടുത്ത് ചെവിയിലേക്ക് വെക്കും. അപ്പോഴാണ് ഹാർലീന് പിടികിട്ടുന്നത് മനുഷ്യൻ എത്ര ആപത്താണെന്നും മനുഷ്യൻ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ളത്. അപ്പോഴാണ് അവിടേക്ക് വന്ന ഹീറോയിൻ്റെ അമ്മ അവളുടെ കയ്യിൽ നിന്ന് ആ ലിങ്ക് വാങ്ങുന്നത്. അത് വാങ്ങി അമ്മ ചെവിയിലും വെക്കും. ഈ ടൈമിൽ ഹാർലീൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് പിടികിട്ടും. നോക്കുമ്പോഴോ ഹാർലീൻ അമ്മയെ കൺട്രോൾ ചെയ്യുന്നു. നിങ്ങൾ ഈ ലോകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പിടികിട്ടി, അതുകൊണ്ട് ഞാൻ മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ഹാർലീൻ പറയും. ഇതും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഗണ്ണെടുത്ത് ഹാർലീൻ അമ്മയെ കൊലപ്പെടുത്തും. അങ്ങനെ ഹീറോയിൻ ഇതെല്ലാം വിഷമത്തോടെ പറയും. ഈ ടൈമിൽ 100% ലിങ്ക് ആയിട്ടുമുണ്ടായിരുന്നു. സ്മിത്ത് അകത്തേക്ക് കയറി വരും. ഡേവിഡിൻ്റെയും ഹീറോയിൻ്റെയും കെട്ടുമഴിക്കും. ഇനി ലോഞ്ചിന് എത്ര ടൈം ഉണ്ടെന്ന് ഹീറോയിൻ ചോദിക്കും. 4 മിനിറ്റ് ആണെന്ന് സ്മിത്തും പറയും. അതുകൊണ്ട് തന്നെ സ്മിത്തും ഹീറോയിനും പുറത്തേക്ക് പോയി അവിടെയുള്ള ആർമിയെ മുഴുവൻ വെടിവെച്ചിടാനായി തുടങ്ങും. അങ്ങനെ കുറേ നേരം വെടിവെക്കും. പക്ഷേ ഇനി 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളായിരുന്നു. ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരുന്നാൽ ടൈം പോകും. എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള ബിൽഡിംഗ് മുഴുവൻ നശിപ്പിക്കണമെന്ന് ഹീറോയിൻ പറയും. അപ്പോഴാണ് അവിടെ ഒരു ഫ്യൂവൽ ടാങ്ക് കാണുന്നത്. ഹീറോയിൻ ആ ടാങ്കിലേക്ക് വെടിവെക്കും. അവിടെ മുഴുവൻ പൊട്ടിത്തെറിക്കുകയും ഹാർലിൻ്റെ ആളുകൾ മുഴുവൻ മരണപ്പെടുകയും ചെയ്യും. പക്ഷേ അതോടൊപ്പം ഡേവിഡ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നോക്കുമ്പോഴോ ഹാർലിൻ മിഷൻ ഗൺ പോലെയുള്ള വലിയ എന്തോ ഒന്നുമായി വരുന്നു. ഹാർലിൻ സ്മിത്തിനെ ഷൂട്ട് ചെയ്യാനായും തുടങ്ങും. ഹീറോയിൻ സ്മിത്തിനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ആ മിഷൻ ഗൺ ഹാക്ക് ചെയ്യാൻ. പക്ഷേ സ്മിത്ത് പറയും അതിന് കുറച്ച് ടൈം വേണമെന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയൊക്കെയോ സ്മിത്ത് ആ ഗൺ ഹാക്ക് ചെയ്യും. അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞല്ലോ എന്ന് ഹീറോയിൻ ഓർക്കും. പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഹാർലീൻ വീണ്ടും അവൻ്റെ കയ്യിൽ നിന്ന് എന്തോ തീ പോലെ ഒന്ന് ഉപയോഗിച്ച് സ്മിത്തിനെ ആക്രമിക്കാൻ തുടങ്ങും. ഇതുകൊണ്ട് തന്നെ സ്മിത്തിൻ്റെ മുകളിൽ തുള വീഴുകയും ചെയ്യും. അകത്തേക്ക് കയറാനും തുടങ്ങി. ഈ ടൈമിൽ ഹാർലീൻ്റെ ആക്ഷൻ മൂവ്മെൻ്റ് എല്ലാം പിടികിട്ടിയ സ്മിത്ത് ഇതുപോലെ ആക്രമിക്കാനായി ഹീറോയിനോട് പറയും. ഹീറോയിൻ അതുപോലെ തന്നെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ ഹാർലിൻ്റെ ഒരു കൈ മുറിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. വീണ്ടും ആ കൈ ഹാർലിൻ്റെ ബോഡിയിലേക്ക് എത്തും. അകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ ഹീറോയിൻ്റെ ബോധം പതിയെ പോകും. ഇത് കണ്ട സ്മിത്ത് അവളെ വെളിയിലേക്ക് എടുത്ത ശേഷം അവൻ്റെ ഒരു കൈ കൊണ്ട് ഹീറോയിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. മറ്റൊരു കൈ കൊണ്ട് ഹാർലിനെ ആക്രമിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ സ്മിത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ ഹീറോയിനോട് ക്ഷമയും ചോദിക്കും. സ്മിത്ത് അവിടെ അടി കൊണ്ട് വീഴും. ഹാർലിൻ നോക്കുമ്പോഴോ അവിടെ ഹീറോയിൻ ഇല്ലായിരുന്നു. ഹീറോയിൻ പുറകിലൂടെ വന്ന് ഹാർലിൻ്റെ തലയുടെ അകത്തേക്ക് കുത്തും. ഈ ടൈമിൽ ഹാർലിൻ അവിടെ വീടും പോകും. ഹീറോയിൻ ഹാർലിൻ്റെ അടുത്തേക്ക് പോയി തലച്ചോറിലുള്ള അവൻ്റെ CPU അഴിച്ചെടുക്കും. അങ്ങനെ ഹീറോയിൻ സ്മിത്തിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാമെന്ന് പറയും. പക്ഷേ സ്മിത്തിൻ്റെ കയ്യിൽ ഫ്യൂവൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇവിടുന്ന് പോകാനും കഴിയുകയുള്ളൂ. സ്മിത്ത് അവൻ്റെ കയ്യിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഹീറോയിന് കൊടുത്ത ശേഷം പവർ ഓഫ് ആയി പോകും. ഇത് കണ്ട ഹീറോയിൻ നല്ല വിഷമത്തിലാകും. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ഹീറോയിൻ മാത്രം അവിടുന്ന് രക്ഷപ്പെടും. ഭൂമിയിലേക്ക് എത്തും. ഇവിടെ എത്തിയ ശേഷം ചീഫ് ഹീറോയിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. നോക്കുമ്പോഴോ അത് മറ്റൊന്നുമല്ല, ആ പ്ലാന്റിലുണ്ടായിരുന്ന ചെടിയായിരുന്നു. ഹീറോയിൻ പ്ലാന്റ് ടീ എന്ന് പേര് കൊടുത്ത അതേ ചെടി. പിന്നീട് കാണിക്കുന്നത് ഹീറോയിൻ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നിടത്തേക്ക് പോകുന്നതാണ്. അവിടെ ഹീറോയിൻ സ്മിത്തിനെ പോലെ മറ്റൊരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ആ റോബോട്ടിൻ്റെ അകത്തേക്ക് കയറും. സ്മിത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ മെമ്മറിയും ഈ റോബോട്ടിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ ഈ റോബോട്ടുമായി സംസാരിക്കുമ്പോൾ ഈ മൂവിയും അവിടെ തീരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്കും കമൻറ്റും പിന്നെ സബും ചെയ്തേക്കണേ.